നീണ്ട കാത്തിരിപ്പിന് ശേഷം ഓഹരി നിക്ഷേപകർക്ക് കൈവന്നിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണല്ലോ സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയും ഉയർച്ച. സെൻസെക്സും നിഫ്റ്റിയും വളരെ ഉയർന്ന നിലവാരത്തിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ വിപണിയുടെ പ്രകടനം ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിക്ഷേപകർക്ക് വളരെ പ്രതീക്ഷകളുണ്ട്, ആകാംക്ഷയുമുണ്ട്. നിഫ്റ്റി 25,000 പോയിൻറ്റിന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട വലിയ കാര്യം. ഈ നേട്ടത്തിന് ഉള്ള പ്രാധാന്യം രണ്ട് തരത്തിലാണ്. ഒന്ന്, നിഫ്റ്റി 25,000 പോയിൻറ്റിന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നതും, രണ്ട്, നിഫ്റ്റി 25,000 പോയിൻറ്റിന് മുകളിൽ ക്ലോസ് ചെയ്തതിനപ്പുറം വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതുമാണ് അത്. ഈ നേട്ടത്തിന് പ്രധാനമായി കാരണമായത്, അല്ലെങ്കിൽ ഇതിലേക്ക് പെട്ടെന്ന് നയിച്ചത് ഡിഫൻസ്, IT, പബ്ലിക് സെക്ടർ ബാങ്ക് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ഓഹരികളാണ്. നിഫ്റ്റി 25,114 പോയിൻറ്റിലാണ് എത്തിയിരിക്കുന്നത്. സെൻസെക്സ് ആകട്ടെ 87,000 പോയിൻറ്റിന് തൊട്ട് താഴെ വരെ എത്തിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 15 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ ഓഹരി വിപണിയിലെ പ്രകടനം ഏത് തരത്തിലായിരിക്കും എന്നത് സംബന്ധിച്ച ഒരു പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ആദ്യം ഈ പ്രതീക്ഷകൾ, വിപണിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകൾ, അല്ലെങ്കിൽ വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു എന്നതാണ്. ഇത് വലിയ കാര്യമാണ്. കാരണം നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിലൂടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടും. നവംബറോടുകൂടി ഒരു വ്യാപാര കരാർ തന്നെ സാധ്യമാകും എന്ന മട്ടിൽ ഉള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകളാണ് നടക്കുന്നത്. അത് വിജയത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും സാഹചര്യങ്ങൾ അനുകൂലമായി തുടങ്ങിയിരിക്കുന്നതിനാൽ വിപണിക്ക് അതിൻ്റെ നേട്ടം ലഭിക്കും. വിപണിക്ക് അതിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് 16, 17 തീയതികളിൽ യോഗം ചേരുന്നു. ഈ യോഗത്തിൻ്റെ പ്രാധാന്യം, ഇത് പലിശ ഇളവ് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള യോഗമാണ് എന്നതത്രേ. അപ്പോൾ എത്രയായിരിക്കും പലിശ നിരക്കിലുണ്ടാകുന്ന ഇളവ് എന്നത് സംബന്ധിച്ച് ഊഹാപോഹങ്ങൾക്ക് പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില വിലയിരുത്തലുകളും പ്രൊജക്ഷനുകളും ഉണ്ടായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് 0.5% പലിശ ഇളവാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മോർഗൻ സ്റ്റാൻലി, ബാങ്ക് ഓഫ് അമേരിക്ക, ബാർക്ലേസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ 0.25% ഇളവ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും വിപണിയുമായി ബന്ധപ്പെട്ട 90% നിരീക്ഷകരും 0.25% ഇളവാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 10% മാത്രമാണ് 0.5 ഇളവ് പ്രതീക്ഷിക്കുന്നത്. ഏത് തരത്തിലുള്ള ഇളവായാലും അത് ഇന്ത്യൻ വിപണിക്ക് അനുകൂലമാണ്. കാരണം അവിടെ പലിശ നിരക്കുകൾ കുറയുമ്പോൾ സ്വാഭാവികമായും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവർ ഇന്ത്യൻ വിപണിയിലേക്ക് വലിയ തോതിൽ തിരിച്ചെത്തും. അത് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രസരിപ്പിന് കാരണമാകും. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തെ ബിസിനസ് കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ്. അതായത് വളരെ ഉന്മേഷമാണ് ഇന്ന് ബിസിനസ് കാലാവസ്ഥയിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം GSTയിൽ വരുത്തിയ വലിയ ഇളവ് നടപ്പിലാകുന്ന തീയതി അടുത്തടുത്ത് വരുന്നു എന്നത് തന്നെ. സെപ്റ്റംബർ 22-നാണ് GSTയിലെ ഇളവ് നടപ്പിൽ വരുന്നത്. അതിനാൽ ആ ദിവസം അടുക്കും തോറും വിപണിയിൽ പ്രസരിപ്പ് കൂടിക്കൂടി വരാനാണ് സാധ്യത. മറ്റൊന്ന്, ഫിച്ച് റേറ്റിംഗ്സ്. രാജ്യാന്തര ഏജൻസിയായ ഫിച്ച് റേറ്റിംഗ്സ് ഇന്ത്യയുടെ GDP സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പ്രൊജക്ഷൻ 6.9% ആണ്. നേരത്തെ ഇത് 6.5% ആണ്. GDPയിൽ ഫിച്ച് റേറ്റിംഗ്സ് മാത്രമല്ല, മറ്റ് ഇൻ്റർനാഷണൽ ഏജൻസികളും പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഇതും നമ്മുടെ വിപണിക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത്തരം പ്രതീക്ഷകളും സാഹചര്യങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഒരിക്കലും ചില വെല്ലുവിളികൾ, ചില ഭീഷണികളും നമ്മുടെ വിപണിക്ക് മുന്നിൽ ഉണ്ട്. അതിൽ ഒന്ന് ഇപ്പോഴും തുടരുന്ന യുദ്ധങ്ങളാണ്. പശ്ചിമേഷ്യയിലെ സംഘടനകൾ, റഷ്യയും ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം, ഇതൊക്കെ ഇപ്പോഴും നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇതിനു പുറമെ ആഗോളതലത്തിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നു. ആഗോളതലത്തിലെ പണപ്പെരുപ്പ വർധനയും
ചെറിയ തോതിലാണെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആശങ്ക ഉണർത്തുന്നുണ്ട്. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ കറൻസിയായ രൂപ നേരിടുന്ന വിലയിടിവാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. രൂപയുടെ വില, അതായത് വിനിമയ നിരക്ക് റെക്കോർഡ് നിലവാരത്തിലേക്ക് താഴുകയുണ്ടായി. എന്നാൽ തൊട്ടടുത്ത ദിവസം നില അല്പം മെച്ചപ്പെടുത്താൻ രൂപയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാകുന്നുമുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലയിൽ വിപണി നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ഭീഷണികൾ. എന്തായാലും മാർക്കറ്റിൻ്റെ മൂഡ് എന്ന് പറയുന്നത് അതൊരു അപ്വേർഡ് ബയാസാണ് പ്രകടിപ്പിക്കുന്നത്. അതായത് നിഫ്റ്റിയിലൊരു ബ്രേക്കൗട്ട് ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് വിപണിയെ നയിക്കും. നിലവിലെ സാഹചര്യം അനുസരിച്ച് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,800 പോയിൻ്റാണ്. അതിലേക്ക് താഴേക്ക് പോകാനായിട്ട് ഒരു കാരണവും പ്രത്യേകിച്ച് കാണുന്നില്ല. എന്നാൽ മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് നേരിട്ടേക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,200 മുതൽ 25,300 വരെ ഉള്ള മേഖലയിലാണ് ഏതെങ്കിലും തരത്തിലുള്ള റെസിസ്റ്റൻസ് കാണുന്നത്. ഈ സാഹചര്യത്തിൽ ബൈ ഓൺ ഡിപ്സ് എന്ന് പറയുന്ന തന്ത്രമായിരിക്കും നിക്ഷേപകർക്ക് ഏറ്റവും അഭികാമ്യം. അതായത് വിലക്കുറവുണ്ടാകുമ്പോൾ ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തന്ത്രം. അതിനിടയ്ക്ക് ഒന്നുകൂടി പറയാനുണ്ട്. 2026 ജൂൺ ആകുമ്പോഴേക്ക് നിഫ്റ്റിയുടെ നിലവാരം 28,500 എത്തുമെന്ന് വരെ ഉള്ള പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രൊജക്ഷൻ നൽകിയിരിക്കുന്നത് ICICI സെക്യൂരിറ്റീസാണ്. നിലവിലെ റെക്കോർഡ് എന്ന് പറയുന്നത് 26,500 ICICIയുടെ സെക്യൂരിറ്റീസിൻ്റെ പ്രൊജക്ഷൻ അനുസരിച്ചാണെങ്കിൽ റെക്കോർഡ് നിലവാരത്തിൽ എത്തിയ ശേഷം നിഫ്റ്റി വീണ്ടും ഒരു 2,200 പോയിൻ്റ് കൂടി ഉയർത്തണം. അത് സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ വരും ദിവസങ്ങളിൽ, അതായത് 2025 സെപ്റ്റംബർ 15-നും 19-നും ഇടയിൽ ഫൈനൽ ഡിവിഡൻഡ് നൽകുന്നതിന് വേണ്ടി ചില കമ്പനികൾ നിർണയിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ ഉണ്ട്. ആ കമ്പനികൾ ഏതൊക്കെയാണെന്ന് പറയാം. ആ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പേരിൽ ഓഹരികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ ഡിവിഡൻഡ് ലഭിക്കാൻ അർഹതയുള്ളൂ. മാസകൻ ലോക്ക്, ഭാരത് ഡൈനാമിക്സ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, നാഷണൽ അലൂമിനിയം കമ്പനി, ഡിക്സൺ ടെക്നോളജീസ്, ഗ്ലെൻമാർക്ക് ഫാർമ തുടങ്ങിയ കമ്പനികളാണ് ഈ ആഴ്ച ഫൈനൽ ഡിവിഡൻഡ് നൽകുന്നതിന് വേണ്ടി റെക്കോർഡ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്.